അത് ഗുണപരമാവട്ടെ, സന്തോഷകരമാവട്ടെ, ദുഃഖകരമാവട്ടെ, വേദനാജനകമാകട്ടെ, ഏത് സാഹചര്യത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമയവും കഴിഞ്ഞു പോകുമെന്നാണ്. ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ധാരാളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, മാതാപിതാക്കൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നു, അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലും നമ്മൾ ആത്മഹത്യകൾ കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ ആർക്കും എന്നെ വേണ്ടാന്ന് തോന്നുന്ന സമയത്താണ് സത്യത്തിൽ ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. രോഗത്തിൻ്റെ ഭാഗമായിട്ട് മാനസിക ആഘാതങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. രോഗത്തിൻ്റെ സിംറ്റമായിട്ട് തന്നെ, ചില മാനസിക രോഗങ്ങളുടെ ഒരു സിംറ്റമായിട്ട് തന്നെ ആത്മഹത്യാ പ്രവണതയുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ സാധാരണഗതിയിലുള്ള ബുദ്ധിയുള്ള, സാധാരണഗതിയിൽ ചിന്തിക്കുന്ന, സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിൽ ആർക്കും എന്നെ വേണ്ട എങ്കിൽ പോലും എനിക്കെന്നെ വേണം. ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്കെന്നെ ഇഷ്ടമാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള മുഴുവൻ അവകാശവും എനിക്കുണ്ട്. ഞാൻ ജീവിക്കും, ജീവിച്ച് കാണിക്കും. ഇപ്പോൾ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥ, കടബാധ്യതകൾ, ദുരിതപൂർണമായ ജീവിതം, അങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളും എനിക്കുണ്ട്. പക്ഷേ ഞാൻ ജീവിക്കും. കാരണം ഈ സമയവും കടന്നു പോകും. ഈ സമയവും കടന്നു പോകും എന്ന് തന്നെയാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും അത് ഗുണപരമാവട്ടെ, സന്തോഷകരമാവട്ടെ, ദുഃഖകരമാവട്ടെ, വേദനാജനകമാകട്ടെ, ഏത് സാഹചര്യത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമയവും കഴിഞ്ഞു പോകുമെന്നാണ്. ഇന്ന് ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ അപമാനകരമായ കാര്യമായിരിക്കും. മനുഷ്യന് തെറ്റൊക്കെ പറ്റും, മനുഷ്യന് വീഴ്ചകൾ ഉണ്ടാകും, മനുഷ്യന് പാളിച്ചകൾ പറ്റും. ആ പാളിച്ചകളുടെ കുറ്റബോധം, ഗിൽട്ടി ഫീലിംഗ് മനുഷ്യന് ചിലപ്പം വേട്ടയാണ്. ചിലപ്പോൾ ഇല്ലാത്ത കാരണങ്ങളാൽ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അപമാനം തോന്നും. അല്ലെങ്കിൽ കുട്ടികളോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ മറ്റുള്ളവരോ ഉണ്ടാക്കുന്ന അപമാനകരമായ സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകും. ആളുകൾ ഇതൊക്കെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ ഈ ഭൂമി വളരെ വിശാലമാണ്, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാം. അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടു പോകാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം. അങ്ങനെയുള്ള പല വഴികളും മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടാകും. പക്ഷേ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത, തിരിച്ചു വരാൻ കഴിയാത്ത ഒരു തെറ്റാണ്, ഒരു അപകടമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ മനസ്സ് അതിലേക്ക് തന്നെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു വഴി നമ്മുടെ മുമ്പിൽ തെളിയാതെ വരും. മറ്റു വഴികളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയോ മറ്റാരെ കൊണ്ടെങ്കിലും ഇതേക്കുറിച്ച് പങ്കുവെക്കുകയോ ഒക്കെ ചെയ്യണം. ആര് തകർത്താലും എൻ്റെ ജീവിതം തകരാൻ പാടില്ല. എന്നെ ആത്മഹത്യയിലേക്ക് ആർക്കൊക്കെ പ്രേരിപ്പിക്കാം, പക്ഷെ ആരൊക്കെ പ്രേരിപ്പിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. ചിലപ്പം ഭർത്താക്കന്മാർ ഭാര്യയെ പ്രേരിപ്പിക്കുക ആത്മഹത്യ ചെയ്യാൻ. ചിലപ്പോൾ ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങൾ കൊണ്ട് ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കും, ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നിയേക്കും. ചിലപ്പോൾ ചിലർ മക്കളെയോ മറ്റുള്ളവരെയോ പ്രേരിപ്പിക്കുന്നുണ്ടാവും, അവരോടുള്ള ഇഷ്ടക്കുറവുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്തരം ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് അവരുടെ അവിഹിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വന്തം കുട്ടി തന്നെ ഒരു തടസ്സമാണ്. ഒരു ഭർത്താവിലുണ്ടായ കുട്ടി തടസ്സമാണെന്ന് കണ്ടപ്പോൾ ആ കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചും മാനസികമായി പീഡിപ്പിച്ചും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ കണ്ടെന്നിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട്, മറ്റുള്ളവർ നൽകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് മരണത്തെ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യം പലരുടെ മുമ്പിലും ചിലപ്പോൾ വന്നുപെട്ടേക്കും. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ സമയവും ഈ സാഹചര്യവും കടന്നു പോകും. നമ്മുടെ മുമ്പിൽ മറ്റേതെങ്കിലുമൊക്കെ വഴികൾ തുറക്കപ്പെടും. അതിന് നമുക്ക് ക്ഷമ വേണം. അതിന് നമ്മൾ മറ്റ് ഓപ്ഷനുകൾ അന്വേഷിക്കണം. മറ്റാരോടെങ്കിലും കാര്യങ്ങൾ പങ്കുവെച്ചിട്ട് മനസ്സിന് ശാന്തത കൈവരിക്കാൻ ശ്രമിക്കണം. മരണം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാലോ പിന്നെ ഒരു തിരിച്ചുവരവില്ല. മരണം ഇത്രമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക. ഒരിക്കൽ ഒരു കാമുകൻ എൻ്റെ അടുത്ത് വന്നു. അയാൾ പറഞ്ഞു,
എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ടെൻഷന് കാരണം. അപ്പോൾ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അതിനെന്തിനാണ് നിനക്ക് ടെൻഷൻ എന്താ? അവള് ആത്മഹത്യ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു അതപ്പോൾ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അപ്പോൾ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് എൻ്റെ ചോദ്യം അവൻ അമ്പരപ്പിച്ചു. അവൻ ചോദിച്ചു എന്താ സാർ അങ്ങനെ പറയണം? അപ്പം ഞാൻ പറഞ്ഞു നീ കാരണമല്ലേ അവൾ ആത്മഹത്യ ചെയ്തത്. നിന്റെ മനസ്സിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയതിന് ശേഷം, അല്ലെങ്കിൽ നിനക്ക് അവളെ ഇഷ്ടമില്ലാതായതിനു ശേഷമല്ലേ അവൾ ആത്മഹത്യക്ക് പ്രേരിതയായത്. അവൾ അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ അവളുടെ മുമ്പിൽ വരുന്നത് നിന്നെ നഷ്ടപ്പെട്ടു എന്ന സാഹചര്യത്തിലല്ലേ. അപ്പം നിനക്ക് അവളോടുള്ള ഇഷ്ടം കഴിഞ്ഞത് കൊണ്ടല്ലേ നീ അവളെ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അവൾ നിന്നെ ശല്യം ചെയ്യുന്നത് അവസാനിച്ചു, അവളെ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അവസാനിച്ചു. അപ്പം നിനക്ക് സമാധാനമായിരിക്കും, നിനക്ക് ഇപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ താഴോട്ട് നോക്കിയിരുന്നു. പക്ഷെ നിനക്കൊരു പ്രയാസമുണ്ട്, നിനക്കൊരു ടെൻഷനുണ്ട്, അതെനിക്ക് മനസ്സിലാവും. അവൾ വല്ലതും നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമോ, പോലീസ് വരുമോ, കേസ് ഉണ്ടാകുമോ, ഇതാരോ അറിയോ, ഇതുപോലുള്ള കാര്യങ്ങൾ നിനക്ക് ടെൻഷന് കാരണമാകും. അതല്ലാതെ അവൾ മരിച്ചതിൽ നീ സങ്കടപ്പെടില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സാറ് പറഞ്ഞത് ശരിയാണ്, അവൾ കുറേ ആയിട്ട് എന്നെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു നീ കല്യാണം കഴിക്കുന്ന ഓഫർ കൊടുത്തിരുന്നു? ഓഫർ കൊടുത്തിരുന്നു. എങ്കിൽ നീ അവളെ കല്യാണം കഴിക്കുകയായിരുന്നില്ലേ? ശരി. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പം നീ പിന്നെന്തിനാ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ്? അങ്ങനെ എല്ലാവരും പറയാറില്ലേ, പ്രേമിക്കുന്നവരൊക്കെ കല്യാണം കഴിക്കാറുണ്ടോ, പ്രേമിക്കുന്നവരൊക്കെ കല്യാണം കഴിക്കുമെന്ന് പറയൂലേ, അങ്ങനെ പറയുന്നവരൊക്കെ കല്യാണം കഴിക്കാറുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിച്ചത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ കഥ ഒരു കൃത്യമായി അങ്ങനെയല്ല, അതൊരു സാങ്കല്പിക കഥാപാത്രങ്ങൾ സാങ്കല്പിക കഥയായിട്ട് കരുതിയാൽ മതി. ഞാൻ പറയണത് ഇങ്ങനെയാണ് പ്രണയത്തിലൊക്കെ ഉണ്ടാകുന്ന തകർച്ചയും അതുകൊണ്ടുള്ള ആത്മഹത്യയും ഒക്കെ നമ്മളത് മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങൾ ആരുടെ മുമ്പിലും ചിലപ്പോൾ വന്നുവിടും. അപ്പോൾ ഒരാൾക്ക് എന്നെ വേണ്ട എന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വേണ്ടാത്തവരെ എനിക്കെന്തിനാ, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയണ്ടേ? എന്നെ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനു ഇഷ്ടപ്പെടണം? എന്നെ വേണ്ടാന്ന് പറഞ്ഞവനോട് എനിക്ക് പോടാന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ പോടി എന്ന് പറഞ്ഞൂടെ? ഇവിടെ എത്ര മനുഷ്യരുണ്ട്. നമ്മൾ എന്തിനാണ് ഒരു പരിമിതമായ വട്ടത്തിൽ മാത്രം നമ്മുടെ ജീവിതത്തെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് വിശാലമായി ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് വിശാലമായി പരിഹാരങ്ങൾ തേടിക്കൂടാ? എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കണം. എൻ്റെ ചിന്തകൾ വൈകാരികമായി ഞാൻ തകർന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്തൊക്കെ വഴിയുണ്ടെന്ന് സദാ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും നമുക്ക് നമ്മളെ കൈവിട്ടു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ള ഒരു മനക്കരുത്തുള്ള ഒരാളായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ എപ്പോഴും ദുർബലതകൾ ആലോചിച്ച്, ഇല്ലായ്മകൾ ആലോചിച്ച്, രോഗാവസ്ഥകൾ ആലോചിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിച്ച് എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ എങ്ങനെയായിപ്പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ മാത്രമാണ് ഇങ്ങനെ, എനിക്ക് മാത്രമാണ് ഇത്ര കഷ്ടപ്പാട്, എനിക്ക് ഒന്നൊഴിഞ്ഞ് കഷ്ടപ്പാടുകളാണ്, പ്രയാസങ്ങളാണ്, ഇങ്ങനെ വേദനകളെക്കുറിച്ച് പ്രയാസങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നാലോചിക്കണം. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് തന്നെയായിരിക്കണം നമ്മുടെ ചിന്ത. അതിനൊരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി ഉണ്ടാകും എന്ന് ചിന്തിക്കുക, അതിനുള്ള വഴികൾ നമ്മൾ തേടി പോവുകയും വേണം. സ്വയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കുന്നത് വഴി നമുക്ക് പരിഹാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ആരെയും നമ്മൾ അക്കാര്യത്തിൽ കാത്തിരിക്കേണ്ടതില്ല. സ്കൂൾ കുട്ടികൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. സ്കൂൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് തോൽക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടിയെ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതുപോലെ പരീക്ഷയ്ക്ക് തോറ്റതിൻ്റെ പേരിൽ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. കുട്ടികളോടും ഈ പ്രണയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരെ മാത്രമേ ഇത് വേദനിപ്പിക്കൂ. നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഒരു അധ്യാപകൻ അതിൻ്റെ പേരിൽ വേദനിക്കും, അല്ലെങ്കിൽ ആ ടീച്ചർ ഭയങ്കരമായ വേദനയിലായിരിക്കും, അല്ലെങ്കിൽ ആ കാമുകൻ വേദനയിലായിരിക്കും, അല്ലെങ്കിൽ ആ കാമുകി സങ്കടത്തിലായിരിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങളുടെ നഷ്ടത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം പിളർന്നു പോകുന്ന വേദനയായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കും. നിങ്ങൾ ഒരിക്കലും അവരെക്കുറിച്ചല്ല ആലോചിക്കുന്നത്, മറ്റുള്ളവർക്ക് വേദനിക്കാൻ വേണ്ടി, മറ്റുള്ളവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ കുട്ടിയും അവനവനെക്കുറിച്ചും സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചും ചിന്തിക്കണം. ഓരോ വ്യക്തിയും
ഒരു പരീക്ഷ എന്ന് പറഞ്ഞ് എത്ര തവണ ഇവിടെ വരും, എത്ര ചാൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷ തോറ്റു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയാണോ? അത് നമുക്ക് എന്തുകൊണ്ട് പുതിയ സാഹചര്യങ്ങൾ തേടിപ്പോയിക്കൂടാ, പുതിയ വഴികൾ തേടിപ്പോയിക്കൂടാ? ഒരു പരീക്ഷ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വെക്കുക, എന്തെല്ലാം വഴികൾ ജീവിക്കാൻ വേറെയുണ്ട്. മനുഷ്യൻ അങ്ങനെ എങ്ങനെ ഏതൊക്കെ വഴികളിലൂടെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വഴിയിലൂടെ മാത്രം ചിന്തിച്ചല്ലല്ലോ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അതിനല്ലല്ലോ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്. നമുക്ക് പല വഴികളിലൂടെ ആലോചന നടത്തിക്കൊണ്ടു പോകാൻ കഴിയണം. ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് പല വഴികൾ കണ്ടെത്താൻ കഴിയണം. അങ്ങനെയല്ലേ നമ്മൾ ഒരു പരീക്ഷ തോറ്റതിന് നമ്മൾ ആത്മഹത്യ ചെയ്യുക. അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് കുട്ടികളൊക്കെ അതിനിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ചിലപ്പോൾ ടി വി ഓഫാക്കാൻ പറഞ്ഞതിന്, അല്ലെങ്കിൽ മൊബൈൽ തിരിച്ചു വാങ്ങിയതിന്, മൊബൈൽ വാങ്ങി വെച്ചതിന്, മൊബൈൽ നോക്കണ്ടെന്ന് പറഞ്ഞതിന്, ഉപദേശിച്ചതിന്, ഇതിനൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം വലിയ അബദ്ധവും അപകടവുമാണെന്ന് ആലോചിക്കണം. നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഇത്രയും വലിയൊരു ചാൻസ്, ഭൂമിയിൽ കിട്ടിയ ഒരു വലിയ അവസരം, ദൈവം തന്ന ഒരു മഹത്തായ അവസരം, ആ അവസരം ഇത്ര നിസ്സാര കാര്യങ്ങളിൽ ഒടുക്കിക്കളയാൻ പാടുണ്ടോ? നമ്മൾ ഓരോ കുട്ടിയെ ആലോചിക്കുക, ഞാൻ എന്തു വന്നാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് നിരന്തരം നമ്മൾ മനസ്സിനെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കണം, എന്ത് വന്നാലും ഞാൻ ജീവിക്കും, ഏത് പ്രയാസത്തെയും ഞാൻ അതിജയിക്കും, ഞാൻ അതിജീവിച്ചു മുന്നോട്ട് പോകും എന്ന് നിരന്തരം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തുകയോ മറ്റുള്ളവരുടെ സഹായത്തോടെ കണ്ടെത്താൻ ശ്രമിക്കുകയോ വേണം. എന്നിട്ട് നമ്മൾ അതിജയിക്കണം. മാതാപിതാക്കൾ, ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ എത്തുമ്പോൾ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ തെറ്റിയിട്ട് പോരരുത് വീട്ടിൽ നിന്ന്. തെറ്റിട്ട് ഇറങ്ങിപ്പോരാൻ പാടില്ല. കാരണം നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ മാതാപിതാക്കൾ അവർ ഉമ്മയെയോ വാപ്പയെയോ അച്ഛനെയോ അമ്മയെയോ അവരെ ചിലപ്പോൾ മൂടിയിട്ടിട്ടുണ്ടാകും. രോഗമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലൊക്കെ വന്നിട്ട് ആള് വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും, സുഖമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എത്തുമ്പോഴായിരിക്കും അമ്മ മരിച്ചു കിടക്കുന്നു, ഉമ്മ മരിച്ചു കിടക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അപ്പോൾ ഒരിക്കലും അവരോട് തെറ്റിയിട്ടും പിണങ്ങിയിട്ടും പോരരുത്. അതുപോലെ നമ്മൾ തെറ്റി കയറിയിട്ട് വാതിലടച്ച് അപകടകരമായ ചിന്തകളൊക്കെ, അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത്. കയറിയിട്ട് വാതിൽ ഒരു വികാരത്തിൻ്റെ പേരിൽ ഒരു എടുത്തുചാട്ടത്തിൽ നമ്മൾ കയറി വാതിലടച്ച് ഫാനിലൊക്കെ കെട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ 100 വട്ടം ആലോചിക്കണം. നമുക്ക് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം ത്യജിച്ച് കഷ്ടപ്പെട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ചെറുപ്പം മുതൽ കാത്ത് വളർത്തിയെടുത്ത മാതാപിതാക്കളെ നമുക്ക് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയി വീട്ടിൽ നിന്ന് തെറ്റിയൊക്കെ ഇറങ്ങിപ്പോയിട്ട് സ്കൂളിലെത്തി തിരിച്ച് ചിലപ്പോൾ നമ്മളെത്തുന്നത് നമ്മുടെ മയ്യത്തായിരിക്കും. നമ്മളെ മൂടിയിട്ടിട്ടായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപകടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മരണങ്ങൾ, സ്കൂളിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയൊക്കെ മരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറ്റിയിട്ടിറങ്ങരുത്. അതുപോലെ തെറ്റി നിൽക്കുന്നവരെ അവഗണിക്കുകയും ചെയ്യരുത്. സങ്കടപ്പെട്ട് നിൽക്കുന്നവരെ മാതാപിതാക്കൾ അവഗണിക്കരുത്. അവരെ അന്ന് ഒറ്റയ്ക്കാക്കരുത്. വളരെ പ്രയാസം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്തുനിന്ന് മാറാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ മാതാപിതാക്കളും അങ്ങനെ തന്നെ, അവർക്ക് വേദന ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ അവരെ ഒറ്റക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് ജാഗ്രത പാലിക്കണം. ചിലപ്പോൾ മനുഷ്യൻ ചില ദുർബല നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. എന്ത് വില കൊടുത്തും നമ്മൾ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്ത് വില കൊടുത്തും മരണത്തെ സ്വീകരിക്കാനല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല. മറിച്ച് നമ്മുടെ എല്ലാ അവസരങ്ങളും അതില്ലാതാക്കി കളയുകയും വലിയ വേദനകൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത മക്കൾക്ക് ബാക്കി വെക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് സംഭവിച്ചാലും അത് ചെയ്യില്ല തീരുമാനിക്കുക. പിന്നെ ചിലരൊക്കെ മക്കളെയുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നതുണ്ട്. അത് കൊടും ക്രൂരതയാണ്. മക്കളെ കൊന്നു കളയുക എന്ന് പറയുന്നത്, എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അത്തരം ചിന്തകളെയൊക്കെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, നമ്മൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരുവാൻ, നമ്മളുടെ പ്രശ്നങ്ങളെ അതിജയിക്കാൻ നമ്മളെ പിന്താങ്ങുവാൻ ഇവിടെയൊക്കെ ആളുകളുണ്ട്. അങ്ങനെ നല്ല മനസ്സുള്ള മനുഷ്യർ ഇവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാം അവസാനിപ്പിച്ചു കളയുക, ആരും എനിക്കില്ല എന്ന് തീരുമാനിക്കുകയല്ല, അങ്ങനെ ചിന്തിക്കുകയല്ല വേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു,
ആർക്കും എന്നെ വേണ്ട എങ്കിലും എനിക്കെന്നെ വേണം, ഞാൻ ജീവിക്കും, ജീവിച്ച് കാണിക്കുക തന്നെ ചെയ്യും. ഇതായിരിക്കണം നിലപാട്. താങ്ക് യു.